അഅലംതു സൈദൻ അംറൻ ആലിമൻ. അഅലമല്ലാഹു സൈദൻ അംറൻ ആലിമൻ. അഅലമല്ലാഹു അല്ലാഹു അറിയിച്ചു കൊടുത്തു സൈദൻ സൈദിന് ഒന്നാം മഫൂല്. അംറൻ അംറിനെ പറ്റി ആലിമൻ ആലിമാണെന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തു എന്ന് മനസ്സിലായില്ല. അങ്ങനെ 3 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകളിൽ പറയുന്ന പാഠം. അല്ല ഫഅലുല്ലത്തി ചില ഫീലുകളിൽ പറയുന്ന പാഠം. ആ ഫീലുകൾ വ്യതിചലിക്കും, വിട്ടുകിടക്കും. എവിടെ? ഇലാ സലാദത്തി മഫായില. എന്തിൽ നിന്നും എന്തിലേക്കെന്ന് ചോദിക്കും. നമ്മൾ പിന്നെ പണ്ട് പഠിച്ചല്ലോ അതൊക്കെ. ഫായിലിൽ നിന്നും മഫൂലിലേക്ക്, കർത്താവിൽ നിന്നും കർമ്മത്തിലേക്ക്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അല്ല ഫഅലുല്ലത്തീന്ന് അല്ലേ? അറാവഅലമ എന്നുണ്ട് ചില ഹെഡിങ്ങില്. അറാവഅലമ മാത്രം, അറയിലും അയലമേലയും പറയുന്ന പാഠം എന്ന് ചില ഹെഡിങ്ങിലുണ്ട്. ഇവിടെ നമ്മളെ ഹെഡിങ്ങിപ്പം കുഴപ്പമില്ല നമുക്ക്. ഏട്ടാ അദ്ദൗ അറബികൾ വിട്ടുകടത്തി. അറബികൾ വിട്ടുകടത്തി വെച്ചാൽ അവരിങ്ങനെ അവിടെ കുത്തിയിരിക്കുന്നതല്ല, അവർ പ്രയോഗം നടത്തിയെന്നതിന്റെ അർത്ഥം. അല്ലാതെ അവരിങ്ങനെ എല്ലാവരും 10 പേര് അവിടെ നിന്നിട്ട് ഇങ്ങനെ വിട്ടുകടത്താൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല. അവരങ്ങനെ പ്രയോഗിച്ചത് നേരം ഇസ്താമലൂടെ മാനിക്കണം. അദ്ദൗ ഇലാ സലാസത്തി ഇലാ സലാസത്തിൻ അദ്ദൗ ഇലാ സലാസത്തിൻ അംബാ അറ അഅലമ നബ്ബ അഖ്ബറു ഖബ്ബറ എന്ന്. അപ്പൊ എല്ലാ ഫീലും അതിനകത്ത് വന്നു. അംബ അറ അഅലമ നബ്ബ അഖ്ബറ. വേണ്ട അറ അറ അഅലമ. അവിടെ നമുക്ക് അല്ലമയും കിട്ടും, അറ വേണ്ട റഅയ റാസുലു അർഅയന്നല്ലേ? ഇപ്പൊ റഅയാണ് ഫീല്. റഅയ പാടുന്ന റഅയ കിട്ടും, റഅ കിട്ടും. അറ പറഞ്ഞതിൽ നിന്ന് റഅ കിട്ടുമെന്ന് അംബ പറഞ്ഞപ്പോ നബ്ബ പറഞ്ഞെന്ന് കിട്ടി. മനസ്സിലായില്ല? അഖ്ബറയിൽ നിന്ന് ഖബ്ബറ അവിടെ പറഞ്ഞില്ലയോ? അഖ്ബറയിൽ നിന്ന് ഖബ്ബറ പറഞ്ഞെങ്കിൽ അയലമയുടെയും അറയുടെയും പറഞ്ഞില്ല, 2 എണ്ണത്തിന് പറഞ്ഞു. അംബ എന്നതിന് നബ്ബയും പറഞ്ഞു, അഖ്ബറയ്ക്ക് ബാക്കി നിങ്ങൾ പറഞ്ഞു പഠിച്ചോളിനെന്ന്. അറ എന്നതിന് റഅ പഠിച്ചോളി. റഅയ്തു ഞാൻ കാട്ടിക്കൊടുത്തു, സൈദൻ സൈദിന്, അംറൻ അംറിനെ പറ്റി, ദാഹിബൻ പോകുന്നവനാണെന്ന്. മനസ്സിലായില്ല? ഖബ്ബറ ഖബ്ബറല്ലാഹു സൈദൻ അംറൻ മുത്തക്കല്ലിമൻ ഏതെങ്കിലും വെച്ചെടുത്താൽ മതി. അപ്പൊ അവിടെ 3 ഫീലുകൾ അല്ലഫാലെന്ന് പറഞ്ഞു. 3 ഫീലെന്നല്ല പറഞ്ഞ അല്ലഫാലുല്ലത്തി തത്തദ്ദായില 3 മഫൂലുകളിലേക്ക് വിട്ടുകിടക്കുന്ന ഫീല് എന്ന് പറഞ്ഞു. എന്താ? അപ്പൊ ആ പ്രയോഗം ഇതിലേ പ്രയോഗിച്ചിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ റഅയിലേക്ക് പെട്ടതാണ്. പക്ഷെ ലന്നയിൽ ഇങ്ങനെ പ്രയോഗം ഇല്ല. ലനന്തു എന്ന് പറയുന്നത് പോലെ ലന്നന്തു എന്നില്ല, അല്ലെങ്കിൽ അലന്ന എന്നതിലും ഇല്ല.
മറ്റേത് നമ്മൾ അലിമയിൽ പറഞ്ഞ അയലമ കൊണ്ടുവന്നു അല്ലമയൊക്കെ പറയാം. അപ്പൊ ഈ 4 ഫീലുകൾ ആണ് അറ അയലമ. പിന്നെ ഈലം എന്നോ ഈലമുണ്ടോ? ഇല്ല. ഇപ്പൊ എത്ര പേര് പറഞ്ഞോടെ? അമ്പ അറ അയലമ നബ്ബ അഖ്ബറ ഖബർ 6 എണ്ണം. ഇനി 6 എണ്ണം പറഞ്ഞെങ്കിൽ ഇനി വേറെ ഹദ്ദസൊക്കെ ഉണ്ട്. 7ാമതൊരു പേര് അവിടെ പറയുന്നുണ്ട് ഹദ്ദസ. പിന്നെ ഹദ്ദയിൽ അറബൂന്നാണ്. ഹദ്ദ എന്നതിന്റെ ഫായിലിനെ വിശദീകരിച്ചതാണ് ഐ അൽ അറബു. ഐ ഇല്ല എങ്കിൽ നമുക്ക് ഹദ്ദൊന്നും ബദലാക്കാം, ലമിയൊന്നും ബദലാക്കാം. ഐ ഉണ്ടായതുകൊണ്ട് മനസ്സിലായില്ലേ? വയർഫഊനൽ മുബ്തദ വൽ ഖബറ. അവിടെ ഐ ഉണ്ടോ നോക്കണം. ഐയിൽ അറബൂന്നുണ്ടോ നോക്ക്. ഐ എല്ലാ കിതാബിലും ഉണ്ടായി. എല്ലാ കിതാബിലും ഉണ്ടോ ഐ? അപ്പൊ ഫായിലിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഐ പറഞ്ഞത്. ഇനി അങ്ങനെ ഐ ഇല്ല എന്ന് കണ്ടാല് അദ്ദോ എന്ന് ലമീറാക്കി കൊടുക്കണം. അല്ല ബദലാക്കി കൊടുക്കണം. അദ്ദോ എന്ന് ലമീറിനും ബദലായിട്ട്. മനസ്സിലായില്ലേ? അയിൽ അറബു അറബികൾ വിട്ടുകടത്തി, അറബികൾ വിട്ടുകടത്തി, അറബികൾ വിട്ടുകടത്തി പ്രയോഗിച്ച് കാണിച്ചു തന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇലാ സലാസത്തി മഫാഈല 3 മഫ്ഊലുകളിലേക്ക്. ഇലാ സലാസത്തിൻ എന്ന തൻവീൻ മുളാഫ് ഇലൈഹി തൊട്ട് പകരം വന്നതാണെന്ന് അറിയിക്കാനാണ് ശാരിഹ് മഫാഈല. അപ്പൊ ഇലാ സലാസത്തി മഫാഈല മത്തിനിൽ ഇലാ സലാസത്തിൻ. ആ തൻവീൻ ഒരു മുളാഫ് ഇലൈഹി തൊട്ട് പകരം വന്നതാണെന്ന് അറിയിക്കാൻ മഫാഈല എന്ന് ശാരി റഹ്മഹുല്ലാഹ് പറഞ്ഞു. മഫാഈല മജ്റൂറുൻ ബിൽ ഫത്ഹത്തി. ഏതാ? ഇലാ സലാസത്തിൻ 3ലേക്ക്, അതായത് മഫായില ബദലാക്കിയാലേ മതി സലാത്തിൽ നിന്ന്. അല്ലെങ്കിൽ 3 ആയ മഫൂലുകളിലേക്കൊക്കെ നോക്കണം. ബദലാക്കല നല്ലതെന്ന് ആൾക്കാർ എഴുതിക്കുന്നത്. ബദലൻ മിൻ സലാസത്തിൻ എന്താ? അംബ എന്നതിനെ നഹ്വു അംബ അല്ലാഹു സൈദൻ ഫാദിലൻ വകദാ. ഇപ്രകാരം തന്നെ അൽ ബാക്കി. അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. ഇതിനകത്ത് അങ്ങനെ കിടക്കുന്ന. അതിനിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? വെറുതെ എഴുതി വെച്ചിട്ടേക്കത്. അറ അല്ല അറയുമാണ്. നഹ്വു അരിനല്ലാഹ ജഹ്റത്തൻ. 1 മഫൂലാണ് ന. അരിന അരി. അരി എന്നുള്ള ഏതല്ല അറായുരി ഇറാത്തൻ അല്ലമറുമെന്നോ അരി. അരി അസ്ലുഹു അർ ഇ അർ ആയുർ ഇയാണ്. അർ അയ അഫല വസിന് അർ അയ യുർ ഇയു. അപ്പൊ അല്ലമറുമെന്നോ അർ ഇ. അങ്ങനെ തഖ്വീബാക്കിയതാണ് ഏത്? അരി. ഹംസ മുത്താരി ഹംസനെ മാക്കവർ സഹീസാക്കിനെ ഹംസനെ കളിച്ചത് മാക്കവന് കൊടുത്തു. ഖിഫത്തിന് വേണ്ടി ഹംസയെ കളഞ്ഞു. പിന്നെ അരി അർ ഇ എന്നുള്ളത് ജസ്മിന് വേണ്ടി അവസാനം കളഞ്ഞു. അമ്രഫീനാമൻ ജസ്മല്ലേ? അപ്പൊ അരി അരിന അരി നീ കാട്ടിത്ത എന്ന്. നിങ്ങൾ കാട്ടിത്ത മുസന്നബികൾ പറഞ്ഞാണ് അവിടുത്തെ കൗമ. അരി നിങ്ങൾ കാട്ടിത്ത നാ ഞങ്ങൾക്ക്. അത് നമ്മ പോല് അല്ലാഹ അല്ലാഹുവിനെ
അത് ജഹ്റത്തൻ പരസ്യമാക്കിയിട്ട് കാട്ടിത്ത. ഞാൻ കാണുന്നു അല്ലാഹുവിനെ. അഅലമയുമാണ്. അഅലമനില്ലാഹു, അഅലമ അറിയിച്ചു തന്നു നീ എനിക്ക്. അതൊന്നും മഫൂല്. അല്ലാഹു എന്നുള്ള ഫായില്. അൽ ബറക്കത്ത ബറക്കത്തിനെ എനിക്ക് അറിയിച്ചു തന്നു. ഫിത്തിജാറത്തി ജാറ് മജ്റൂർ ജുംല മൂന്നാം മഫൂല്. ഏതാ? കച്ചവടത്തിൽ. പിന്നെ ജഹ്റത്തൻ എന്നുള്ളതോടെ ഹാലാക്കുമ്പം അല്ല, ഹാലാക്ക് പറഞ്ഞുകൊണ്ട് പരസ്യമായ നിലയിൽ കാണിച്ചതായെന്ന്. ഖൗലിഹി നുബ്ബിഅ്തു എനിക്ക് വർത്തമാനം അറിയിക്കപ്പെട്ടു. നുബ്ബിഅ്തു എന്നുള്ള ഫീല മിസമ്മ ഫായില്, ളമീർ നായിബ് ഫായില്, മഫ്ഊല് അവ്വൽ. മഫ്ഊലിന്റെ അടുത്തല്ലേ സാധനം നിർത്തിയേക്കുന്നത്? നുബ്ബിഅ്തു എനിക്ക് വർത്തമാനം അറിയിക്കപ്പെട്ടു. അംറൻ അംറിനെ പറ്റി, അത് രണ്ടാം മഫ്ഊൽ. വാരിസൻ റഅസഹു അവന്റെ തല ചായ്ക്കുന്നവനായെന്ന് അറിയിച്ചു തന്നു. വാരിസൻ റഅസഹു എന്ന് വെച്ചാല് വാരിസൻ എന്നതിന്റെ മഫ്ഊലാണ്. വാരിസൻ എന്നുള്ളത് മൂന്നാം മഫ്ഊലാണ്. ഏതിന്റെ? നുബുവത്തിന്റെ. എവിടെ? ഫീ സിനത്തിൻ അവന്റെ തൂങ്ങിയുറക്കത്തിൽ. വാരിസൻ റഅസഹു തല വെളിയിലിട്ട്, നാക്ക് വെളിയിലിട്ട്, നാക്കിങ്ങനെ വെളിയിലിട്ട് തല ഇങ്ങനെ ചായ്ക്കുക അവന്റെ തൂക്കിയുറക്കത്തിൽ. ഇങ്ങനായി. മനസ്സിലായി? എന്തിനാ അങ്ങനെ ചെയ്തെന്നോ? അങ്ങനെ ചെയ്ത് യൂഇദു അവൻ ഭയപ്പെടുത്തി അറിയിക്കുന്നവനായ നിലയിൽ അഖ്വാലഹു അവന്റെ അമ്മോസന്മാരെ. ഏട്ടാ ചെറുക്കൻ എന്തോ വലിയ അസുഖമുണ്ടെന്ന് അറിയിട്ട് അമ്മാച്ചന്മാര് ജലമൊന്നും കൊടുത്താൽ മതില്ല ചെറുക്കനെ. അവനിങ്ങനെ എഴുതി കൊടുത്തു. എന്നെനിക്ക് വർത്തമാനം അറിയിക്കപ്പെട്ടു എന്ന്. വാരിസൻ അല്ലേ? വറസ യഗ്രിസു യഗ്രിസു വറസ ഫീ സിന്നിഹി എന്നാണ്. ഫീ സിന്നത്തിഹി എന്നാണ്. ഫീ സിന്നിഹി എന്നല്ല. അതൊക്കെ നമ്മൾ തഖ്വീനിസാനി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെ ജോലിക്ക് പോലും ഫീ സിനത്തിൻ ഉറക്കത്തിൽ. ഏട്ടാ അവൻ തന്നെ തൂങ്ങിയുറക്കത്തിൽ. ലാ തഖുദു സിനത്തുൻ വലാ നൗം എന്ന് പറഞ്ഞല്ലേ ആയത്തിനകത്ത്. തൂങ്ങിയുറക്കവും വരില്ല, ഉറക്കവും അവനെ പിടികൂടുകയില്ല എന്ന് പറഞ്ഞല്ലേ. ഇനി ഇതിന്റെ ആശയക്കാരെന്താ പറഞ്ഞു നോക്കി നിങ്ങള്. أخبر الله زيدا أمرا صالحا خبر قولي خبرت എനിക്ക് പിന്നെ സൗദാ അൽ ഖുലൂബ് എന്ന് ഒരാളുടെ പേരായിരിക്കും. സൗദാ അൽ ഖുലൂബിനെ കൽബ് കറുത്തവളെ പറ്റി എനിക്ക് വർത്തമാനം അറിയിക്കപ്പെട്ടു. മരീലത്തൻ രോഗിയാണെന്ന്, രോഗിണിയാണെന്ന്. രോഗിയും രോഗിണി, പെണ്ണുങ്ങൾക്ക് രോഗിണി എന്നാന്ന് പറയുന്നത്. രോഗി തന്നെ ആണും രോഗി എന്ന് പറയുന്നത്. രോഗിണി എന്ന് പറയത്തില്ല. ഇല്ല,
ആ ഒന്നാം മഫൂലും രണ്ടാം മഫൂലും മൂന്നാം മഫൂലുമായി. സൗദാൽ ഖുലൂബി, സൗദാൽ ഖുലൂബിനെ പറ്റി എനിക്ക് വർത്തമാനം അറിയിക്കപ്പെട്ടു. പേരായിരിക്കും സൗദാൽ ഖുലൂബ് പേരാകുമ്പോൾ പിന്നെ അർത്ഥം വെക്കണ്ടല്ലോ നമ്മൾ. വേണ്ടാ മരീദത്തൻ, അത് രണ്ടാം മഫൂല്. മൂന്നാം മഫൂല് അങ്ങനെ അക്ബർത്ത് ഞാൻ പോയി. മിൻ അഖിലി, എൻ്റെ നാട്ടിൽ നിന്നും, എൻ്റെ കുടുംബത്തിൽ നിന്നും. ഞാൻ തന്നെ ബി മിസ്ര, മിസ്റിൽ നിന്നായ ഹാലിൽ, അല്ലെങ്കിൽ ആ കുടുംബം തന്നെ ബി മിസ്ര. വേണ്ട എന്തിനാ പോയത്? അഊദു, ഞാൻ സന്ദർശിക്കുന്നവനായ ഹാലിൽ, ഹാ പെണ്ണിനെ. ആദ യഊദു, ആ മിസ്ർ അഹലിൽ നിന്നും, അല്ലെങ്കിൽ എങ്ങനത്തെ അഹലാണ് മിസ്റിലുള്ള അഹൽ, അങ്ങനെ ശിവത്വം ഒക്കെ ഹാനും ഒക്കെ അങ്ങനെയൊക്കെ ഹുദരിയൊക്കെ പറയുന്നുണ്ട്. ഏടാ അഊദുക അസൂറുക, ഞാൻ തന്നെ മുന്നിട്ടു, ഞാൻ തന്നെ അവളെ സന്ദർശിക്കുന്നവളായ നിലയിൽ. ഹാല് മുഖദ്ദർത്താണ്. മുന്നിടുന്നു, ആ മുന്നിടൽ എന്തിനാ? സന്ദർശനത്തിനാണ്. സന്ദർശനം ഇപ്പൊ ഇല്ലല്ലോ, മുന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേ ഉള്ളൂ. ഏട്ടാ ഹാലും മുഖദ്ദറത്തുൻ എന്നൊക്കെയാണ് പറയാം നമ്മള്. ഫാഖബൽതു, അപ്പൊ എന്തായി? ഖുബ്ബിർതു, ഖബ്ബറ, എന്റെ മജൂലാണ് ഖുബ്ബിറ എന്നുള്ളത്. ഇനി നമ്മൾ പറയുന്ന പാഠം ഫായിൽ എന്നതാണ്. നവാസിഖ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഫീലും താമായ ഫീല് തലബ് ചെയ്യുന്ന ഒന്നിനെ പറ്റി ഇനി ഭർത്താണ്. താമായ ഫീല് ഏതിനാ തലബ് ചെയ്യുന്നത്? ഫായിലിനെ. അതോടെ പറയും. അല്ലെങ്കിൽ നായിബ് ഫായിലിനെ മജൂലാകുമ്പോഴും. നായിബ് ഫായിലിന്റെ പാഠം പിന്നെ വരുമായിരിക്കും. എന്താ മന്നൗജദൽ ഫീല എന്നതാണ് ഫായിൽ എന്ന് പറഞ്ഞാല്. ഫീലിനെ ഉണ്ടാക്കുന്നവൻ, ഫീലിനെ ഉണ്ടാക്കുന്നവന്റെ ഫായിൽ എന്ന് പറയാം. അപ്പൊ പിന്നെ മംഫിയ ഫീലായാലോ? മംഫി പിന്നല്ലേ വന്ന് മാ ദറബ സയ്യിദുൻ, സയ്യിദ് അടിച്ചില്ല എന്ന് പറയും. അപ്പൊ ഫീലിനെ ഉണ്ടാക്കിയില്ലല്ലോ, അവന്റെ ഫായിലാവൂ. ലോകത്തിൽ ഫായിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? മന്നൗജദൽ ഫീലാന്ന ലോകത്തിൽ ഫായിലാവണ്ടെന്ന് വെച്ചാൽ മതി അയാള്. മനസ്സിലായില്ല? ലോകത്തിൽ എന്ത് ചെയ്യണ്ട? ഇസ്തിലാഹിൽ ഫായിലാവും. ഇസ്തിലാഹിൽ ഫായിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാം അൽ ഫായിലുല്ലദീ ഇലൈഹി ഉസ്നിദ ഫിഅലുൻ മുഖദ്ദം. മനസ്സിലായില്ല? അതാണ് ഏത് ഫായിൽ എന്ന് പറഞ്ഞാൽ. അൽ ഫായിലു, ഫായിലാകുന്നത് അല്ലതി ഒന്നാണ്. ഇലൈഹി, അതിലേക്ക് ഉസ്നിദ ചേർക്കപ്പെട്ടു. ഫെയില് ചേർക്കപ്പെട്ടു. ഫെയിൽ ഏത് ഫെയില? മുതുവത്താ ഫെയിലായാലും വേണ്ടിയില്ല, മംഫിയ ഫെയിലായാലും വേണ്ടിയില്ല, ഫെയിൽ ഏതായാലും വേണ്ടിയില്ല. ദറബ സയ്യിദുൻ, അതാ ഫെയില്. അല്ലെങ്കിൽ മാ ദറബ സയ്യിദുൻ. അപ്പൊ മാ ദറബ സയ്യിദിന്റെ അർത്ഥം എന്താ? തെറ്റടിച്ചില്ല. മാ ദറബയുടെ ഫായിലാണ് ആര്? ചെയ്തു. അപ്പൊ ഫെയിൽ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ചോദിക്കും. ഫെയിലിനെ ഉണ്ടാക്കിയില്ലല്ലോ അവിടെ. ഉണ്ടാക്കിയോ? അത് ഇസ്തിലാഹിയായ ഫായിലാണെന്ന് പറഞ്ഞാൽ മതി. ലഗ്വിയായ ഫായിൽ എന്ന് പറയണ്ട. ലഗ്വിയായ ഫായിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫീലിനെ ഉണ്ടാക്കുന്നവനാണ്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഫീലിനെ ഉണ്ടാക്കിയിട്ടില്ല. മന്നൗജദൽ ഫീല എന്നതാണ് ലഗ്വിയായ ഫായിൽ. ലോകത്തിൽ ഫായിൽ നിങ്ങൾ പറയണ്ട, അല്ലെങ്കിൽ ലോകത്തിൽ ഫായിൽ എന്ന് പറയാം. അവിടെ മാ പിന്നീട് വന്നതാണ്. ദറബ സയ്യിദുൻ എന്നതാണ് ഇവിടുത്തെ ഫീൽ. ദറബ പിന്നീടാണ് ആര് വന്നേക്കുന്നത്? മാ വന്നു. മാ ദറബയായിട്ടല്ലല്ലോ അല്ലാഹു തആല പിന്നെ പഠിച്ചത്. പിന്നെ അങ്ങനെ പഠിച്ചത് ദറബയായിട്ട. ആ ദറബയിലാണ് മാറുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്തിനല്ല. മനസ്സിലായില്ല? പിന്നെ ഇനി എന്താ? ഫീലുൻ മുഖദ്ദമൻ അലൈഹി, അതിനേക്കാൾ മുന്തിക്കപ്പെട്ട ഫീൽ അതിലേക്ക് ചേർക്കപ്പെടുന്ന ഒന്നിനാണ് ഫായിൽ എന്ന് പറയും. അബദൻ, എന്നും മുന്തി വരണം. മുന്തി വരാതിരുന്ന ഫീലില്ലെങ്കിൽ പിന്നെ ഫായിൽ എന്ന് പറയാം. പിന്നെ മുബ്തദ ഖബർ എന്ന് പറയും. ഖാമ സയ്യിദുൻ, സയ്യിദ് ഫായിലാണ്. കാരണം ഫീലും ഉണ്ട്, ഫീല് മുന്തിയിട്ടുണ്ട്. അതിൽ ഫീല് പിന്തിയാലോ, സയ്യിദും ഖാമയാലോ.
അപ്പോൾ സെയ്തും കാം ഫായിലല്ല, പിന്നെയോ അത് മൂർച്ചയായിട്ട് നമ്മൾ നോക്കുകയുള്ളൂ. തിരിഞ്ഞോ? അപ്പൊ എന്നെന്നും മുന്തിക്കാണണം. അബദൻ എന്തിനാന്ന് പറഞ്ഞതൊക്കെ നാളെ പറയായിരിക്കും.